അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ചെല്ലാൻ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇടിച്ച ഭാഗമൊക്കെ എല്ലാം ക്ലിയറാക്കി സെറ്റാണ്. കണ്ടോ, ഇത് മറ്റേ വെള്ളമുണ്ടോ ചില്ലിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊന്ന് റെഡിയാക്കാനുണ്ട്, ഇനി ഇതുകൂടിയേ ഉള്ളൂ. ഇതൊന്ന് ചെയ്യണമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാത്രമായിട്ട് ഓട്ടം പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഓട്ടം പോകുമ്പോൾ അത് ശരിയാക്കാം. ഇതുകൊണ്ടേ അപ്പം ഒരു കുഞ്ഞ് ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാ, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കാറ്റ് നല്ല ചൂടാണ്. അപ്പോൾ അതിനെന്തായാലും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതെ, നമ്മൊരു മിറർ കയറ്റിയിട്ടുണ്ട് ബാക്ക് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോഴാണെങ്കിലും നമുക്കത് ഉപകാരമാകും. പിന്നെ അതെ, നമ്മൾ മറ്റേ സാധനമൊക്കെ മാറ്റിയാട്ടോ. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂട്ടിയിടിച്ച് അത് തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഒരു ഗണപതിയിൽ ഒരു ഗുരുവായൂരപ്പൻ്റെ അതാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറും പിന്നെ അതേ സ്റ്റിക്ക്. ഇതിലാട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഇപ്പോൾ കയ്യിലെടുത്തേക്കണേ. പിന്നെ അതേ ഒരു ഗണപതിയിൽ ഇത് നമ്മൾ നേരത്തെ വണ്ടികൾ ഒരു ഇത് വെച്ചപ്പോൾ തൊട്ടുള്ളതാണ്. പിന്നെ അത് ഈ കുബേര കുഞ്ചിലം അതൊക്കെ വെച്ചതാണ് ഈ കിടക്കും. പിന്നെ മെയിനായിട്ട് വന്നങ്ങനെ സാധനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഇട്ടതാണ് കേട്ടോ, സെപ്പറേറ്റ് മേടിച്ചിട്ടത്. അത് ഈ ഒരു ഇത് നമ്മൾ വണ്ടി ഇറക്കിയപ്പോൾ അത് ഈ ഒരു സ്റ്റീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പൈപ്പൊക്കെ സെപ്പറേറ്റാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വൈപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. വൈപ്പറൊക്കെ നമ്മൾ അഴിച്ച് മാറ്റി കേട്ടോ. വൈപ്പർ ഭയങ്കര ലൂസ്. മെയിനായിട്ട് കണ്ടതേ വീല് കണ്ടോ, കണ്ടോ ഇപ്പോഴത്തെ വണ്ടിയുടെ ലുക്ക് കണ്ടോ. ഞാൻ കുറച്ച് ലോങ്ങിൽ നിന്ന് എടുത്ത് കാണിച്ചാലേ കണ്ടോ. ഇതാണിപ്പോൾ നമ്മുടെ വണ്ടിയുടെ വീൽ കപ്പ്. മെയിൻ സെറ്റല്ലേ. ഇതന്നെ നമ്മൾ അപ്പുറത്ത് ഇട്ടിട്ടുണ്ടേ. ഓഹോ, ഇത് ഓടുന്ന നല്ല ഭംഗിയാട്ടോ ഈ സാധനം. പിന്നെ ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് മേടിച്ചിട്ടത്. കണ്ടോ ഇപ്പോഴത്തെ ലുക്ക് കണ്ടോ. ഞാൻ മേടിച്ചിട്ട വൈപ്പർ കാണിച്ചാൽ അത് എന്താ പറയുക, കമ്പനി വൈപ്പർ തന്നെ നല്ലത്. കാരണം ഈ വൈപ്പർ ഭയങ്കര ശോകമാണ്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. കാണിച്ചു തരാണ്ടോ. ഇത് നമ്മൾ മേടിച്ച വൈപ്പർ. ഈ വൈപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ വെച്ചതാണ്. പക്ഷെ ഇതുണ്ടോ, ഇതെന്നത്തെ കാര്യം ഇത് ചെറുതാണ്. വൈപ്പിങ് കുറച്ച് ചെറുതായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഇതിനെ വലിയ ബലമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ അത്രയും ബലം ഇതിനില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ മേൽഭാഗം ഒന്നായി ക്ലിയർ ആകും, അപ്പോൾ താഴെ ഭാഗത്ത് വെള്ളം ക്ലിയർ ആകത്തില്ല. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നല്ല കനമഴ വന്നപ്പോൾ അതേ കിടക്കണം. സെൻറ്റർ ഭാഗവും ക്ലിയർ ആകുന്നില്ല, മേൽഭാഗം മാത്രം ക്ലിയർ ആകും. അങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഞാൻ കമ്പനി വൈപ്പർ തന്നെ പിന്നെ എടുത്ത് വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്തേക്കണേ. പുതിയൊരു വൈപ്പർ മേടിച്ചത് ഒരു ഉപകാരവും ഇല്ലാതെ. അപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്നത് പള്ളൂരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഓട്ടം അങ്ങനെ വന്നതാണ്. സമയം കണ്ടോ, 6:45. ഇപ്പോൾ വൈകിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഏകദേശം ഒരു 750 അടുത്ത് രൂപയുടെ ഓട്ടോ ഓടിയിട്ടുണ്ട് റാപ്പിഡോയിൽ. പിന്നെ അല്ലാതെയുള്ള ഒരു ലോക്കൽ ഓട്ടവും കുറച്ച് ഓടിയിട്ടുണ്ട് 500 രൂപയുടെ. പിന്നെ ഈ സമയമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് ഇനി അടിയിട്ടിട്ട് വേണം നമുക്ക് പോകാൻ. അല്ലാതെ വെറുതെ എണ്ണയിട്ട് കത്തിക്കാനായിട്ടുള്ളൊരു മനസ്സ് വരുന്നില്ല ഗൈസ്. നമ്മുടെ വണ്ടിക്ക് വേറെ ഇനി അപ്ഡേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണ്. ഡെയിലി വീഡിയോ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഞാൻ എന്തായാലും അടുത്തൊരു കിടിലാച്ചി വീഡിയോ ആയിട്ട് വരാം.
അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. കുഞ്ഞിപ്പെണ്ണ് പഠിക്കാനൊക്കെ പോകണതാണ് LKG. അപ്പോൾ അതുകൊണ്ട് പുള്ളീനെ മിക്ക വീഡിയോയിലും കയറ്റാൻ പറ്റുന്നില്ല. എന്തായാലും ഇനിയുള്ള വീഡിയോയിലൊക്കെ രാവിലെ വീഡിയോ എടുത്ത് സെറ്റാക്കാം. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.